മദ്യപിച്ച് വാഹനം ഓടിച്ച സംഭവത്തിൽ വിശദീകരണവുമായി യൂട്യൂബർ ഹെലൻ ഓഫ് സ്പാർട്ട. തന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണത്. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു. വീഡിയോ മറ്റുള്ളവർ എടുക്കേണ്ട എന്ന് കരുതിയാണ് പോലീസ് കൈ കാണിച്ചതിൽ നിർത്താതിരുന്നതെന്നും വിശദീകരണം. അതേസമയം മാധ്യമങ്ങൾ വാർത്ത പല രീതിയിൽ വളച്ചൊടിച്ചതായും ധന്യ പറയുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇവിടെ ഈ ധന്യ പറയുന്നത് മാധ്യമങ്ങൾ വാർത്ത പല രീതിയിൽ വളച്ചൊടിച്ചെന്നാണ്. എനിക്കതാണ് മനസ്സിലാകാത്തത്. കാരണം ഇവരൊരു ഇൻഫ്ലുവൻസർ ആണെന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് ഒരു ഇൻഫ്ലുവൻസർ, ഇങ്ങനെയൊരു ആള്, ഒരു യുവതി, നിരവധി ചെറുപ്പക്കാരെ, കുട്ടികളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട വ്യക്തിയാണ്. പക്ഷേ വളരെ മോശമായ രീതിയിൽ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ നിയമപരമായി തെറ്റൊന്നുമില്ല. പക്ഷെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. ഇത് അവർക്ക് അറിവുള്ള കാര്യമാണ്. നേരെ തെറ്റ് ബോധ്യമായി അത് തുറന്നു പറയുന്നുമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധന്യ, ഹെലൻ ഓഫ് സ്പാർട്ട എന്ന ധന്യ പറയുന്ന വിശദീകരണം? ടോമെ, ഈ സംഭവം നടന്ന് ഈ സമയം വരെ സജീവ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ധന്യ എന്ന് പറയുന്ന ഹെലൻ ഓഫ് സ്പാർട്ട, കാസർഗോഡ് സ്വദേശിയുടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ ധന്യമായി നേരിട്ട് സംസാരിച്ചു. ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ നേരിട്ട് സംസാരിച്ചു. ഇതിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ധന്യ ഈ കാര്യത്തിൽ തന്റെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു, തന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി വന്നതിൽ ഖേദിക്കുന്നു, ഇനി ഇത്തരം ഒരു പ്രവൃത്തി ഉണ്ടായില്ലായിരുന്നു ധന്യ പറഞ്ഞു. അത് മാതൃകാപരമാണ്. അതോടൊപ്പം ഈ സംഭവത്തിൽ നിരവധിയായ കാര്യങ്ങൾ വളച്ചൊടിച്ച രീതിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം. അതായത് ധന്യ ഈ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭർത്താവും ഒപ്പം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അണങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കാസർഗോഡിനടുത്തുള്ള അണങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വാഹനം നിർത്തിയിട്ട രീതിയിൽ ഉദ്യോഗസ്ഥർ കാണുന്നതും പിന്നീട് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ധന്യ അവിടെ നിന്നും അതിലെ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി എടുത്ത് പോകുമായിരുന്നു. പിന്നീട് ബന്ദിയോടിന് സമീപത്ത് നിന്നാണ്, ഇവരുടെ വീട്ടിൽ നിന്നാണ് ഈ പോലീസ് എത്തുന്നതും. അങ്ങനെ ഇതിൽ കോടതിയിൽ ഇതിന്റെ പിഴ അടക്കാനുള്ള ചലാൻ, അതിന്റെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസ് പോകുന്നത്. ഇതിൽ ബ്രിത്തലൈസർ, അതായത് ബ്രിത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. അതായത് 100 മില്ലിയിൽ താഴെയാണെങ്കിൽ ഈ ബ്രിത്തലൈസർ അത് നിയമപരമാണ്, അത് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതില്ല. അത്തരം നിയമവശം പോലീസിന്റെ ഭാഗത്തും ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. അത് കൃത്യമായി ആ പരിശോധന നടത്തി അതിന്റെ ചലാൻ, അതായത് ഇതിന്റെ പിഴ കോടതിയിൽ അടക്കണമെന്ന കാര്യവും വ്യക്തമാക്കിയതിനു ശേഷമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മടങ്ങുന്നത്. ഏതെങ്കിലും തരത്തിൽ വാഹനം പിടിച്ചെടുക്കേണ്ടതില്ല, വാഹനത്തിന് അതിന്റെ കാര്യങ്ങളെല്ലാം അത് FIR-ൽ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ധന്യക്ക് നേരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വരുന്നത്. അതിൽ പല തരത്തിലുള്ള തെറ്റായ വിവരങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് അറിയാൻ ധന്യയോട് സംസാരിച്ചത്. അതിൽ ധന്യ പറഞ്ഞ ഇതാണ്: താനും തന്റെ ഭർത്താവുമായിരുന്നു ഒപ്പമുണ്ടായത്. അത് മറ്റ് ആളുകൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന തരത്തിൽ വലിയ തോതിൽ വാർത്ത പ്രചരിക്കുന്നു. പല മുഖ്യധാര മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൽ അവർക്ക് സങ്കടമുണ്ട്. അതല്ലാതെ ഈ കാര്യത്തിൽ അവർക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു. മാതൃകാപരമായി തന്നെ അത് പൊതു ഇടത്തേക്ക് അത് തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ധന്യ അത് ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഇനി അത്തരം തെറ്റുണ്ടാകില്ല. പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന് തന്നെ വിളിക്കണ്ട എന്നും ധന്യ പറയുന്നു. ഒരു യൂട്യൂബർ എന്ന് വിളിച്ചാൽ മതി. ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വീഡിയോകളല്ല താൻ ചെയ്യുന്നത്. നമുക്കറിയാം ധന്യയുടെ ആ ഒരു സമൂഹ മാധ്യമ ഇത് അക്കൗണ്ട് പരിശോധിച്ച് കാണാം. പല വിഷയത്തിലും വളരെ കൃത്യമായ നിലപാടോടുകൂടി വിമർശനാത്മകമായി രംഗത്ത് വരുന്ന ഒരാളാണ് ധന്യ. ധന്യക്ക് ആരാധകരുള്ളത് പോലെ തന്നെ എതിരാളികളും ഒരുപാടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു സെലിബ്രിറ്റി ഇത്തരത്തിൽ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ നാട്ടുകാരെ നിയമം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ കൊള്ളരായ്മയ്ക്കെതിരെ പരസ്യമായി പ്രതികരിക്കുന്ന ധന്യ ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് തെറ്റായി പൊതുസമൂഹം കാണുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിമർശനത്തെ അങ്ങനെ തെറ്റായി കാണാൻ കഴിയില്ലല്ലോ. അവരതിനെ ഉൾക്കൊള്ളേണ്ടതല്ലേ? കാരണം മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ താനും വിമർശനത്തിന് വിധേയമാകേണ്ടതാണ് എന്നൊരു തിരിച്ചറിവ് ഈ യുവതിക്ക് വേണ്ടേ?
തീർച്ചയായും ധന്യയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ തെറ്റ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുകയും അതൊരു ഇത്തരത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ധന്യ വരുന്നത് തന്നെ അതിലൊരു വലിയ ജാഗ്രത കുറവ് അവർക്കുണ്ടായി എന്ന് പറയേണ്ടി വരും. കാരണം സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിലും അത്രത്തോളം സ്വന്തം നിലപാട് അത് അതേ നിലയിൽ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ താൻ ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കേണ്ടതുണ്ട് എന്ന് ധന്യക്ക് ആ തിരിച്ചറിവുണ്ട്. ധന്യയോട് ഫോണിൽ സംസാരിക്കുമ്പോഴും ധന്യ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച വന്നിരിക്കുന്നു. ഇത് ഒരു കാരണവശാലും ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ധന്യ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ധന്യ അത് തന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള തന്റെ ഹാൻഡിലൂടെ ആ സാധനം വിവരിക്കുന്നുമുണ്ട്. താൻ ഈ ഒരു വിഷയത്തിൽ ന്യായീകരിക്കാനില്ല. പക്ഷേ ഇതിനൊപ്പം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നതാണ് ധന്യ അതിൽ കൃത്യമായി വിവരിച്ചിട്ടുള്ളത്. കൃത്യമായി നടന്ന സംഭവം എന്തെന്ന് സംബന്ധിച്ചും ധന്യ അതിൽ വിശദീകരിക്കുന്നത്. ഇനി ഇത്തരം ഒരു സംഭവം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ധന്യ അതിൽ പറയുന്നത് തന്നെ അതൊരു മാതൃകാപരമാണ്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ എന്നല്ല പൊതു ഇടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മദ്യം കഴിക്കുന്നത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ തെറ്റല്ല, അത് കഴിക്കാം. പക്ഷേ അത് കഴിച്ച് പൊതു ഇടങ്ങളിൽ നിയമവിരുദ്ധമായി ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് വലിയ സന്ദേശം, ഇതിൽ തെറ്റായ സന്ദേശം അത് പൊതുസമൂഹത്തിനിടയിലും നൽകുന്നത്. പ്രത്യേകിച്ച് ധന്യയെ പോലുള്ള ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിഷയങ്ങളിൽ പല നിലപാടുകളെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരാളെന്ന നിലയിൽ അത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അത് മോശം പ്രവൃത്തിയാണ്. ഏതായാലും ആ ഒരു തെറ്റ് തിരുത്താൻ അവർ തയ്യാറായി. ഇതിന്റെ നിയമപരമായി എന്തൊക്കെ നടപടികൾ ഉണ്ടോ ആ പിഴത്തുക ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തെറ്റ് ആർക്കും സംഭവിക്കാം. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യം അത് എന്തായാലും ഈ ധന്യക്കുണ്ടായിരിക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലെ തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ, മറ്റുള്ളവർക്ക് നല്ല സന്ദേശം നൽകി ഒരു മാതൃകയായി ജീവിക്കാൻ ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് കഴിയട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.